അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് പറയുകയാണ്, ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. ആ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. ആദ്യം ഓരോ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു, എന്നിട്ട് അല്ലാഹു ഒരു കുടുംബത്തെ കാണിച്ചിട്ട് പറയുകയാണ്, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാ, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാ. ആരുടെ കുടുംബമെന്നറിയുമോ? മഹാനായ ദാവൂദ് നബി ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവര് നന്ദിയുള്ള കുടുംബമാണെന്ന്, അവര് നന്ദിയുള്ള കുടുംബമാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ കാരണമെന്നറിയോ? അതാ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ദാവൂദ് നബിയുടെ വീട്ടിൽ ടൈം ടേബിൾ ഉണ്ട്. ദാവൂദ് നബിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇത്ര സമയം മുതൽ ഇന്ന സമയം വരെ ദാവൂദ് നബി ഇബാദത്ത് ചെയ്യുകയാ. ഭാര്യയ്ക്ക് വേറെ സമയമാണ്, സുലൈമാൻ നബിക്ക് വേറെ സമയമാണ്, മക്കൾക്ക് ഓരോരുത്തർക്കും വേറെ വേറെ സമയമാണ്, വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വേറെ വേറെ സമയമാണ്. പടച്ചവനെ, നബി തങ്ങൾ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ ഒരു വീട്ടിൽ എപ്പോഴും ഇബാദത്താ, എപ്പോ നോക്കിയാലും ഇബാദത്ത് നടക്കുന്ന ഒരു വീടേ ഉള്ളൂ. അത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മുടെ നന്ദിയുള്ളവരാകണ്, നമ്മുടെ നന്ദിയുള്ളവരാകണ്. നമ്മുടെ നന്ദിയുള്ളവരായാൽ അല്ല നിനക്ക് വർദ്ധിപ്പിച്ചു തരുമടോ. അല്ലാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരികയാണ്. നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു തരികയാ. നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് വീട് വേണോ? നിനക്ക് അധികാരം വേണോ? നിനക്ക് മക്കളെ വേണോ? നിനക്ക് ഭക്ഷണം വേണോ? എന്താണ് വേണ്ടത്? അല്ലാഹു തരും സഹോദരാ. ലഇൻ ശകറതും ലഅസീദന്നകും. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്കെല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു തരാ, എല്ലാം വാരി കോരി തരാ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലഇൻ ശകറതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നന്ദികേട് കാണിച്ചാൽ അല്ലാഹു വെറുതെ വിടൂല. നീ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചാ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നന്ദിയുള്ളവരാകൂ, നന്ദിയുള്ളവരാകൂ. നന്ദിയുള്ളവനായാൽ അല്ലാഹു നിനക്ക് വേണ്ടത് മുഴുവനും തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, നീ നന്ദിയുള്ളവനായ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ നിനക്ക് വേണ്ടേ? സമ്പത്ത് വേണോ? സമ്പത്ത് വേണോ? നിനക്ക് അധികാരം വേണോ? നിനക്ക് വീട് വേണോ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, നിനക്കെല്ലാം ഞാൻ അധികരിപ്പിച്ചു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പൊന്നാര ചങ്ങാതി, ദുആ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നീ പഠിക്ക്. ഞാൻ ആരെയും പരിഹസിച്ചതോ താഴ്ത്തിയതോ അല്ല. ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും പഠിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. വിശ്വാസം വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആൻ, ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താ ദുആ എന്ന് പറഞ്ഞാ? കടല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ അപ്പൊ കടൽ കോഴിക്കോട് പോകണല്ലേ? പരപ്പനങ്ങാടി എവിടെ കിടക്കുന്നു ഉസ്താദെ? കടല് കാണാൻ അങ്ങ് പോണം, കണ്ടിട്ടില്ലേ? ആ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോ പോലും നമുക്ക് പേടിയാ അതിനടുത്തു പോകാൻ. എന്താ സംഭവിക്കണേന്ന് അറിയില്ല. നടുകടലിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? പോകും തോറും ആഴമാ. ഞാൻ പോയിട്ടുണ്ട്. കടലിലേക്ക് പോകും തോറും ആഴം കൂടും, വല്ലാത്ത ആഴം. ഈ തെങ്ങിന്റെ ആഴം കാണും അത്ര അങ്ങോട്ട് പോകും തോറും. ആ നടുകടലിൽ ഒരു മനുഷ്യൻ വീണാ രക്ഷപ്പെടുവോ? പറ, രക്ഷപ്പെടുവോ? എത്ര നീന്തൽ അറിയുന്ന ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയി നടുകടലിൽ ഇട്ടാ രക്ഷപ്പെടുവോ? ആ നടുകടലിൽ വിളിച്ചെറിഞ്ഞു, ഒരു മീൻ വന്നങ്ങ് വിഴുങ്ങി, രക്ഷപ്പെടുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? രക്ഷപ്പെടുവോ? 1% രക്ഷപ്പെടുവോ? എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നടുകടലിലേക്ക് വലിച്ചെറിഞ്ഞു.
നടുകടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ കടലിൽ ഇങ്ങനെ മുങ്ങി താഴുമ്പോ ആ കടലിലെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്നിട്ട് ആ പ്രവാചകനെ അങ്ങ് വിഴുങ്ങി വയറിന്റെ ഉള്ളിലായി. എവിടെ? ഒന്ന് കടല്. ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറ്റിന്റെ അകത്ത യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ കിടക്കുന്നത്. രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ അവിടെ കിടന്നുകൊണ്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ദുആ ചെയ്യുകയാ. കേൾക്കണേ പെങ്ങള്, കേൾക്കണേ ചെറുപ്പക്കാരാ. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ എല്ലാ വഴികളും അടഞ്ഞു. ഒന്ന് കടലാണ്, മീനിന്റെ വയറിനകത്താണ്. സാധാരണ മീനല്ല, തിമിംഗലം എന്ന് പറയുന്ന മീനാണ്. ആ മീനിന്റെ വയറിനകത്ത് കിടന്നുകൊണ്ട് യൂനുസ് എന്ന് പറയുന്ന നബി വിളിക്കുകയാണ്. വനാദാ في الظلمات لا إله إلا أنت سبحانك إني كنت من الظالمين. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ മീനിന്റെ വയറിനകത്ത് കിടന്നുകൊണ്ട് വിളിക്കുകയാണ്. വനാദാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു റബ്ബേ, എന്നെ സഹായിക്കണേ അല്ലാ. എവിടെ കിടന്നാണ് ദുആ ചെയ്യുന്നത്? ഖുർആൻ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തപ്പോ ഒരു പോറൽ പോലും ഏൽക്കാതെ ആഴ്ചകൾ കഴിഞ്ഞു. ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും എമ്പുരാന്റെ കഥയല്ല പറയുന്നത്, പുഷ്പയുടെ തിരക്കഥയല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഈ പ്രതീക്ഷയാണ് വേണ്ടത്. എന്റെ റബ്ബ് സഹായിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് വേണ്ടത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി ചോദിച്ച ആരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ വേണമടോ. ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഏതാണെന്നറിയുമോ? നിരാശയാ, നിരാശയാ. പടച്ചവനെ, അല്ലാഹുവിനെ ആർക്കും വിശ്വാസമില്ലടോ. ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥയാണ്. എനിക്ക് റബ്ബ് വീട് തന്നില്ലല്ലോ, എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നില്ലല്ലോ, എനിക്ക് നല്ല ജീവിതം തന്നില്ലല്ലോ, എന്റെ രോഗം അല്ലാഹു മാറ്റി തന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി എനിക്ക് മക്കളില്ലല്ലോ. സഹോദരാ, സഹോദരി, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ്. മക്കളില്ലാത്ത സഹോദരാ, ഭർത്താവ് ഭാര്യയോട് പറയുന്നു ഇവളുടെ കുഴപ്പമാണ്. അവൾക്ക് പടച്ചവനെ ഗർഭപാത്രം വികസിക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇന്ന പ്രശ്നമാണ്. ഭാര്യ പറയുന്നു എനിക്ക് കുഴപ്പമില്ല, ഇക്കാട കുഴപ്പമാണ്, കൗണ്ടിങ് കുറവാണ്, അല്ലെങ്കിൽ പടച്ചവനെ അണുക്കൾ ചെറുകുറവാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് ഭാര്യയോട് പറയുന്നു, എടാ ചെറുപ്പക്കാരാ, പരസ്പരം പടിചാരുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, നബി തങ്ങൾക്കും ആയിഷ ബീബിക്കും മക്കളില്ലായിരുന്നു. ഭർത്താവ് പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓളുടെ കുഴപ്പം. ഓള് പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓന്റെ കുഴപ്പം. എടാ ചങ്ങാതി, അള്ളാന്റെ റസൂലിനും ആയിഷ ബീവിക്കും മക്കളില്ലായിരുന്നു. ആരുടെ കുഴപ്പമാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. കൗണ്ടിങ് പറഞ്ഞതാ.
ചിലർ പിന്നെ പറയും പ്രായമായി, 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, ഇനി പ്രസവിക്കൂല. ആര് പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കൂല? 50 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കൂല, 60 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കൂല എന്ന് ആരാപങ്ങളെ പറഞ്ഞേ? വിശ്വാസം വേണം, പ്രതീക്ഷ വേണം. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. എടോ, ജീവിതത്തിൽ അള്ളാന് നിന്റെ ഏത് രോഗവും പച്ചവെള്ളം കുടിച്ചാൽ മാറും ചങ്ങാതി. അള്ളാഹ്ക്ക് മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല. പച്ചവെള്ളം കുടിച്ചാൽ മതി, നിന്റെ രോഗം മാറും. മാറ്റാൻ അള്ളാഹ്ക്ക് പവറുണ്ട്. നീ ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാവോ? നീ ഇല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്താ നിനക്ക് സ്ഥലവും വീടും തരാൻ പറ്റൂലേ? നിന്റെ കച്ചവടം നേരെയാക്കാൻ അള്ളാഹ്ക്ക് പറ്റൂലേ? അത് നീ ചിന്തിക്കില്ലെന്ന് പറയരുത്. പ്രതീക്ഷയില്ലാതിരിക്കും. പ്രതീക്ഷ വേണം അള്ളാഹുവിൽ. നിരാശ പാടില്ല. വൻഭാവ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദുആ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ദുആ എന്ന് പറഞ്ഞ് ചുമ്മാതെ ദുആ ചെയ്താൽ പോരാ. ദുആ ചെയ്യുമ്പോൾ നിനക്ക് വിശ്വാസമുണ്ടാകണം. എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരും. ഒരു പേടിയും വേണ്ട. നീ ചോദിച്ചു നോക്കിയേ, ഒരു പേടിയും നിനക്ക് വേണ്ട. നീ അള്ളാഹിനോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അള്ളാഹ് നിനക്ക് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ പേടിക്കണം അള്ളാഹിനോട് ചോദിക്കാൻ? അള്ളാഹ് ആരാ? എന്തും തരാൻ പവറുള്ളവനല്ലേ. നിങ്ങൾക്കറിയോ, ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം. ബോറടിക്കണില്ലല്ലോ, ചരിത്രം പറയട്ടെ. എന്ത് ചോദിച്ചാൽ അള്ളാഹു തരുമെന്നുള്ളതിനൊരു തെളിവ് പറഞ്ഞു തരട്ടെ. നമ്മൾ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അള്ളാഹു ചെന്ന് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ്, ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ട്. ഈസാ നബിയുടെ ഉമ്മയാ. എങ്ങനെയാ പള്ളിയിൽ പോയത്? നിസ്കരിക്കാൻ പോയതല്ല, ജുമയ്ക്ക് പോയതൊന്നുമല്ല. മറിയമിന്റെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ആ മഹദി വിചാരിച്ചു ആൺകുട്ടിയായിരിക്കുമെന്ന്. അള്ളാ, എൻ്റെ കുഞ്ഞിന് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാന്ന് നേർച്ച ചെയ്തു. പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയായി പോയി. പക്ഷെ വാക്കു പാലിച്ചു. നേർച്ച ചെയ്തല്ലേ, കുഞ്ഞിനെ പള്ളിക്ക് തന്നെ കൊടുത്തു. പള്ളിയിലെ ഖതീബായ സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോൾ മറിയം ബീവി പഴം തിന്നോണ്ടിരിക്കുക. ഒന്ന്, സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല അത്. 2, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ആ പഴം കിട്ടൂല. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം തിന്നണേ. അപ്പൊ സക്കരിയ നബി ചോദിച്ചു, മോളെ മറിയമേ, ഇത് എവിടെ നിന്നാ നിനക്ക് കിട്ടിയേ? ഇതെങ്ങനെയാ മക്കളെ വളർത്തേണ്ടത്? നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു സാധനം മക്കളുടെ കയ്യിൽ കണ്ട ഉടനെ ചോദിക്കണം ഇതെവിടെ നിന്നാണെന്ന്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു പഴം, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത ഒരു പഴമാണ് മറിയം ഇരുന്ന് കഴിക്കുന്നത്. സക്കരിയ നബി ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? മറിയമിന്റെ മറുപടി, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എൻ്റെ റബ്ബ് തന്നതാ എനിക്ക്. എൻ്റെ റബ്ബ് തന്നതാ എനിക്ക്, എൻ്റെ അള്ളാഹ് തന്നതാ എനിക്ക്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായടോ, മക്കളില്ല. വർഷങ്ങളായി. 100 വയസ്സ് കഴിഞ്ഞു സക്കരിയ നബിക്ക്. 100 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ പ്രവാചകനാണ് സക്കരിയ നബി, മക്കളില്ലാത്ത നബി. ഈ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, എനിക്ക് പ്രായമായ അല്ലാഹ്, എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഖുർആൻ പറയാ, സക്കരിയ നബി അള്ളാഹിനോട് പറയുന്നു, ഖാലത്തു റബ്ബി ഇന്നി വഹിനൽ അളമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലൻ നഖും ബിദുആഇക റബ്ബി സഖിയാ. സക്കരിയ നബി തന്നെ അള്ളാഹിനോട് പറയുന്നുണ്ട്, എൻ്റെ എല്ലുകൾ പൊടിഞ്ഞു പടച്ചോനെ, എല്ലുകൾ പൊടിഞ്ഞു, തോല് എല്ലിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. പ്രായമായ അല്ലാഹ്, എനിക്ക് മക്കളില്ല അല്ലാഹ്. എൻ്റെ ഭാര്യയാണെങ്കിൽ വകാനത്തി ഇംറഅതി ആഖിറ, അവള് പ്രസവിക്കാത്തവളാ. 92 വയസ്സ് കഴിഞ്ഞു. പെങ്ങളെ, 92 വയസ്സ് കഴിഞ്ഞു. 50 60 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലയ്ക്കും. പിന്നെ മക്കൾ ഉണ്ടാവുമോ? 92 വയസ്സ് കഴിഞ്ഞ് എൻ്റെ ഭാര്യ പ്രസവിക്കാത്തവളാ. അല്ലാഹുവേ, കാര്യം ഇങ്ങനൊക്കെ ആണെങ്കിലും നിനക്ക് കഴിവുണ്ടൊരു കുഞ്ഞിനെ തരാൻ. അല്ലാഹുവേ, എനിക്കൊരു മോനെ വേണം അല്ലാ. ഒരൊറ്റ ചോദ്യം നിങ്ങൾ ചിന്തിക്കേ. അപ്പോഴും പറഞ്ഞത് ആൺകുട്ടിയെ വേണമെന്നാ. എത്രാമത്തെ വയസ്സില്? ആ വയസ്സാം കാലത്തും ആ പ്രവാചകൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, എനിക്കൊരു മോനെ വേണമല്ലാ, എനിക്കൊരു മോനെ വേണമല്ലാ. എന്തൊരു ധൈര്യമെന്നറിയുമോ, എന്തൊരു പ്രതീക്ഷയെന്നറിയുമോ? അല്ലാഹു തരുമെന്നുറപ്പാടോ, അല്ലാഹു തരുമെന്നുറപ്പാടോ. ഈ മറിയമെന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിക്ക് പള്ളിയുടെ മിഹ്റാബിനകത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലുമില്ലാത്ത പഴം കൊടുക്കാൻ എൻ്റെ റബ്ബിന് പവറുണ്ടെങ്കിലും
ഈ വൃദ്ധനായ സക്കരിയായിക്കും മക്കളെ തരാം എന്റെ റബ്ബിന് പവറുണ്ട്. എനിക്ക് വേണം പടച്ചവന്, എനിക്ക് വേണം പടച്ചവന്. ആ വയസ്സാം കാലത്ത് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്ത മകനാണ് യഹ്യാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹുവാ പേര് വെച്ചത്. യഹ്യാ എന്ന പേരുള്ളവര് യഹ്യാ എന്ന മക്കൾക്ക് പേരിടണേ പെങ്ങള്. യഹ്യാ എന്ന പേര് പറഞ്ഞത് അല്ലാഹുവാ. അതിനു മുമ്പ് ലോകത്തൊരാൾക്കും യഹ്യാ എന്ന പേരില്ല. അല്ലാഹ് ഇട്ട പേരാണ് യഹ്യാ. ദുആ ചെയ്തിട്ട് വാങ്ങിയ മകനാ, ദുആ ചെയ്തിട്ട് വാങ്ങിയ മകനാ. ദുആ ചെയ്ത് കിട്ടിയ മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, സഹോദരാ മടി വേണ്ട. നിന്റെ റബ്ബിനോട് ചോദിച്ചാ ഉത്തരം തരുന്നവനാണല്ലോ. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. അല്ലാഹ് പറയുന്നു, ഞാനാണ് അവന്റെ അടുത്തിരിക്കുന്നവൻ. എന്നോട് ചോദിക്ക്, എന്നോട് ചോദിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വെറുതെ കിടന്ന് ശോകാടിച്ചിട്ട് കാര്യമല്ല. ചോദിക്കുന്നത് ഒരു വാക്കാണോ? ഇഖ്ലാസോടെ ചോദിച്ചാ അല്ലാഹ് വെറും കയ്യോടെ മടക്കൂല. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിയാ മൂന്നാലൊരു കാര്യം അല്ലാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മൂന്നാലൊന്ന് കിട്ടും ചെറുപ്പക്കാരാ. ഒന്നുകിൽ നീ ചോദിച്ചത് എന്താണോ ചോദിച്ചത് അല്ലാഹു നിനക്ക് തരും മോനെ വാപ്പാ. ഇല്ലെങ്കിൽ അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുകയാണ്. ചോദിച്ചത് തരൂല, പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇല്ലയോ, നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വരാനിരിക്കുന്ന ഒരു ശർറെങ്കിലും മാറും. ഇതാണ് ദുആയുടെ പ്രയോജനം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു പറയുന്നു, എന്നോട് ആര് ദുആ ചെയ്താലും ഞാൻ അവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കും, ഞാൻ അവന്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, ഈ മജ്ലിസിലെ ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആ പ്രതീക്ഷിച്ച് വന്നവരാ, വെറും കയ്യോടെ മടക്കല്ലേ അല്ലാഹ്. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി കരയാൻ തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുന്നു, അല്ലാഹ് ഇതെന്തും മനുഷ്യനാ അല്ലാഹ്. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വഴിപോക്കനെ കിട്ടാതെ വന്നപ്പോ കരയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ ഞങ്ങള് പോകട്ടെ അല്ലാഹ്, മനുഷ്യന്റെ രൂപത്തിൽ ഞങ്ങള് പോകട്ടെ അല്ലാഹ്. അങ്ങനെ പടച്ച റബ്ബ് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് മലക്കുകളോട് ഇബ്രാഹിം നബി പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വരാറ്, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ്, ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ്, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി എന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അല്ലാഹു ഇത്രയും വലിയ ഒരു മാരക രോഗം നിങ്ങൾക്ക് തരണമെങ്കിൽ അല്ലാഹുവിന് നിങ്ങൾ അത്രത്തോളം ഇഷ്ടമായത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ രോഗം തന്നത്. നിങ്ങളുടെ കൂടെ വേണമിരുന്ന് ഭക്ഷണം കഴിക്കാറ്, നിങ്ങൾ എന്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹു
അല്ലാഹു നമുക്ക് പരീക്ഷണം തരുമ്പോ പതറിപ്പോകല്ലേ പെങ്ങള്. എന്തിനാ പതറിപ്പോകുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ പരീക്ഷണം വരുമ്പോ നമ്മൾ പതറാ പാടില്ല. നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണമടോ, അൽഹംദുലില്ലാ പറയണം പെങ്ങള്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എത്ര വലിയ ദുരിതം വന്നാലും, മാരകമായ രോഗങ്ങൾ വന്നാലും, സാമ്പത്തിക നഷ്ടങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പറയണം അൽഹംദുലില്ലാ. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. നിനക്കറിയുമോ ചെറുപ്പക്കാരാ, അൽഹംദുലില്ലാ പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇരിക്കുന്ന എല്ലാവരും സിറാജിന്റെ വഅദകൾ കാമെന്നവരല്ലെന്ന് എനിക്കറിയാ. പടച്ചവനെ, നിങ്ങൾ ദുആ പ്രതീക്ഷിച്ച് വന്നവരാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആ പ്രയാസത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ച് വന്നവര് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അൽഹംദുലില്ലാ പറയണേ, നിങ്ങൾ അൽഹംദുലില്ലാ പറയണേ. എന്താണ് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിങ്ങളെ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉള്ളവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അവസ്മാര രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാണ് നബിയേ. അതുകൊണ്ട് എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യണേ, എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ രോഗം മാറ്റിത്തരും. പെണ്ണേ, നീ ക്ഷമിച്ചാ അതിനു പകരം അല്ലാഹു സ്വർഗം തരും പെണ്ണേ. നബി തങ്ങളുടെ മറുപടിയാണ്, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ആ വേദന നീ സഹിച്ചാൽ, ആ വേദന ഉണ്ടാകുമ്പോ നീ ക്ഷമിച്ചാൽ നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ സ്വർഗം കിട്ടുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഉറപ്പായിട്ടും സ്വർഗമുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, എങ്കിൽ രോഗം മാറാ ദുആ ചെയ്യണ്ട, എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. അതുകൊണ്ട് പെങ്ങളെ, കാലിലൊരു മുള്ളു കൊണ്ടാലും ആ വേദനയ്ക്ക് പകരം അല്ലാഹു നിന്റെ പാപം പുറത്തു തരികയാണ്. അതുകൊണ്ട് എപ്പോഴും പറയണേ അൽഹംദുലില്ലാ. വൽഹംദുലില്ലാ പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? വൽഹംദുലില്ലയുടെ പ്രതിഫലം കേൾക്കണോ? മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ, തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ തന്റെ മകനോട് വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ അവസാനം ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയതമയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കണേ. അവിടെ നിന്ന് കയ്യിൽ ഏൽപ്പിച്ചിട്ട് അബൂ തൽഹ പോവുകയാണ്. പടച്ചവനെ, പോയി കഴിഞ്ഞപ്പോ തന്റെ പൊന്നാര മകന് പനി പിടിക്കുകയാണ്. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല, പനി വല്ലാതെ കൂടുകയാണ്. ഭർത്താവ് നാട്ടിലില്ല. അവസാനമല്ലാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ അവിടുന്ന് മരണപ്പെടുകയാ. തന്റെ പൊന്നാര മകൻ അവിടുന്ന് മരണപ്പെട്ടു. പടച്ചവനെ, ഏത് ഉമ്മയ്ക്കാ താങ്ങാൻ കഴിയുക? വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, ഒരുപാട് സങ്കടപ്പെട്ട് നിലവിളിച്ചടോ. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് പോവുകയാണ്. നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ.
റസൂല് പറഞ്ഞു ഉമ്മു സുലൈ ക്ഷമിക്കും ഉമ്മു സുലൈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പരീക്ഷണമാ ക്ഷമിക്കും സുലൈ അല്ലാഹുവിനെ സ്തുതിക്കും സുലൈ അൽഹംദുലില്ലാഹ് പറവും സുലൈ റളിയല്ലാഹു തആല തന്റെ പൊന്നാര മകൻ മരിച്ചപ്പോ അവിടുന്ന് ക്ഷമിക്കുകയാണ് അവിടുന്ന് അൽഹംദുലില്ലാഹ് പറയുകയാണ് നബിയേ എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ജനാസ കുളിപ്പിച്ചു കഫൻ പൊതിഞ്ഞ് ഖബറടക്കാർ അങ്ങനെ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന്റെ ജനാസ ഖബറടക്കുകയാണ് പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാണ് മരണവാർത്ത അറിഞ്ഞിട്ടില്ല തന്റെ പൊന്നാര മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല അങ്ങനെ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞു മടങ്ങി വന്നപ്പോ നിലവിളിച്ചില്ല പെങ്ങള് സങ്കടപ്പെട്ടില്ല പെങ്ങള് അതാ കുളിച്ചൊരുങ്ങിയിട്ടൊരു സ്വാലിഹത്തായ ഭാര്യ പോലെ ഒരുങ്ങി നിൽക്കുകയാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോഴ് പൊന്നുമോന് മരിച്ചെന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ട് ഓടി ചെന്നില്ല തന്റെ ഭർത്താവിനോട് പറഞ്ഞില്ല പറഞ്ഞാ വേദനിക്കുമെന്നറിയാ അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു കഴിക്കാൻ ഭക്ഷണം കൊടുത്തു എവിടെ എന്റെ പൊന്നുമോനെവിടെ എവിടെ എന്റെ പൊന്നുമോനെവിടെ ഉമ്മു സുലൈം പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ തന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കൽ ഒരു ഭാര്യയുടെ കടമയാണല്ലോ തന്റെ പൊന്നാര മകൻ മരിച്ചുപോയ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് മഹതിയായ ഉമ്മു സുലൈം തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി കിടപ്പറയിൽ കയറുകയാണ് ശാരീരികമായി ബന്ധപ്പെടുകയാണ് അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ ഉമ്മു സുലൈം അവിടെന്ന് ചോദിക്കുന്നു ത്വൽഹാ ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹാ എന്തേ ഉമ്മു സുലൈം അവിടെന്ന് ചോദിക്കുകയാണ് ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നമ്മളെ ഏൽപ്പിച്ചാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ എന്ത് ചോദ്യമാ നീ ചോദിക്കുന്നത് അമാനത്തായി തന്ന വസ്തു ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കണമല്ലോ അത് നമ്മുടെ കടമയാണല്ലോ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മറുപടി പറയുമ്പോ ഉമ്മു സുലൈം കരയുകയാ ഉമ്മു സുലൈം കരയുകയാ അവിടുന്ന് ചോദിക്കുന്നു എന്തിനാ പെണ്ണെ കരയുന്നത് അല്ലാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോനുണ്ടല്ലോ അവൻ മരിച്ചുപോയി തൽഹാ അല്ലാഹു അമാനത്തായി തന്ന നമ്മുടെ മകനെ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങാൻ കഴിഞ്ഞില്ല വല്ലാത്ത സങ്കടമായിരുന്നു വല്ലാത്ത വേദനയായിരുന്നു വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ് പടച്ചവനെ എന്നിട്ട് അബൂ തൽഹ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ് യാ റസൂലല്ലാഹ് ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ ഇവളുടെ കൂടെ ഇനി ജീവിക്കാൻ ഞാനില്ല നബിയേ നബി തങ്ങൾ ചോദിച്ചു എന്തേ കാരണം ഇവള് മരണവാർത്ത പറഞ്ഞില്ല ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഇവൾ എന്നോട് മരണവാർത്ത പറഞ്ഞില്ല എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു ഇവളെ കിടപ്പറയിൽ എന്നെ വിളിച്ചു കയറ്റി നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ തൽഹാ ഇതുപോലെ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയില്ലേ തൽഹാ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച മാതാവിരു തന്റെ പൊന്നാര മകന്റെ മരണം താങ്ങാൻ പറ്റുമോ ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന നിന്നോട് പറഞ്ഞിട്ട് അവളെ സങ്കടപ്പെടുത്തിയില്ലല്ലോ അവള് സമാധാനത്തോടെയല്ലേ പറഞ്ഞു തന്നത്
എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ത്വൽഹാ, നിങ്ങൾ ഇന്നലെ ബന്ധപ്പെട്ടല്ലോ, അല്ലാഹു നിനക്കൊരു ആൺകുട്ടിയെ തരും തൽഹാ, ഇല്ലാ യലമൽ ജസാ മാ യലമൽ ഫലാ. നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടോ, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടോ. നബി തങ്ങൾ പറഞ്ഞതുപോലെ പെങ്ങളെ ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. 10 മാസം കഴിഞ്ഞു. ഒരാൺകുഞ്ഞിന് പെടുന്ന ജന്മം കൊടുക്കുകയാണ്. ഒരാൺകുഞ്ഞിന് പെടുന്ന ജന്മം കൊടുത്തു. അവിടെന്ന് പറഞ്ഞു, പാല് കൊടുക്കല്ലേ എന്റെ പൊന്നുമോന്, പാല് കൊടുക്കല്ലേ. അവിടെന്ന് ആ ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. എനിക്ക് സമ്മാനം കിട്ടി നബിയേ. അല്ലാഹുവിന്റെ റസൂലാണ് അവിടെ അബ്ദുള്ള എന്ന് പേര് വെച്ചത്. നബി തങ്ങളാണ് പേര് വെച്ചത്. തന്റെ വായിക്കകത്ത് ചതായിത്തപ്പടമിട്ട് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ കൈകൊണ്ട് ആ കുഞ്ഞിന് മധുരം കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹയുടെ പ്രതിഫലം കേൾക്കണോ. ഈ അബ്ദുള്ള അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കള് ജനിച്ചു. ആ 11 മക്കളും മഹാഫിളായി. അവരുടെ പരമ്പരകളും മഹാഫിദീങ്ങളായി. അവര് മുഴുവനും ഖുർആനിന്റെ ഹിരുകാരായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അൽഹംദുലില്ലാഹയുടെ പ്രതിഫലമാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, പടച്ചവനെ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും സങ്കടം വന്നാലും ദുരിതം വന്നാലും സാമ്പത്തികമാണോ മാനസികമാണോ ശാരീരികമാണോ എന്ത് പ്രയാസം വന്നാലും അല്ലാഹുവിനെ സ്തുതിക്കണേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കണോ. ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. ഇത് കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിങ്ങൾക്കാണ്. ഇത് കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിങ്ങൾക്കാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ, ക്യാൻസറിനെ കരിച്ചു കളയാൻ ഈ കൊടുക്കുന്ന സദഖയ്ക്ക് പവറുണ്ട് സഹോദരാ. അപകടങ്ങളെ തട്ടിമാറ്റാൻ, പടച്ചവനെ, ദുരന്തങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. ഉസ്താദേ, രോഗമാണ്, എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല. പെങ്ങളെ, മരുന്ന് പറഞ്ഞു തരട്ടെ. ഏത് രോഗവും മാറാനുള്ള ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സ്വഹാബാ. അവർക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും.